അതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. ഈ രാമൻ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ഇങ്ങനെ ഇളകി മറയുന്ന ഒരു കാഴ്ചയുണ്ട് തൃശ്ശൂരത്തെ ജനങ്ങൾക്ക് രാമൻ എന്ന അത്രമാത്രം പ്രിയങ്കരനാണ്. അപ്പോൾ രാമൻ ഇന്നലെ വന്നു. ഇനി അല്പസമയത്തിനകം രാമൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. രാമൻ നെയ്തലക്കാവലമ്മയുമായിട്ടാണ് രാമന്റെ വരവ്. അപ്പോൾ ഒരുപാട് പേർ രാമനെ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് കാണാം നിരവധിയായിട്ടുള്ള പൂരപ്രേമികൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. എന്താണെങ്കിലും പൂരത്തിന്റെ കാഴ്ചകളൊക്കെ ആയിട്ട് അവർ നിൽക്കുകയാണ്. അവർ പൂരത്തിന്റെ ആവേശം ഉൾക്കൊള്ളുന്നതിനായി അവർ ഉൾക്കൊള്ളുന്നു. നമുക്ക് ചേട്ടാ എങ്ങനെയുണ്ട് പൂരം? ആവേശത്തിൽ കയറിയോ? പൂരത്തിന്റെ ആവേശം എത്തിയോ? ഞങ്ങളല്ലേ കണിമംഗലക്കാരാണ് ആദ്യം ഇവിടെ വരുന്നത്. ഞങ്ങൾ അതിന്റെ ആവേശത്തിലാണ്. കണിമംഗലത്തിനാണ്. അടിപൊളി. കണിമംഗലം ശാസ്താവാണ്, അറിയാലോ അല്ലേ? അതെ. കണിമംഗലം ശാസ്താവിനോടുകൂടിയാണല്ലോ ആദ്യ ഘടകം. രാവിലെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് അതിന്റെ കൂടെ പോരും, പൂരത്തിന്റെ കൂടെ പോരും. അപ്പൊ അത് കഴിഞ്ഞ് ഇനിയിപ്പോ കുറച്ചുനേരം ഇവിടെ നിന്ന് പിന്നെ ഉച്ചക്ക് കുടമാറ്റം. ഈ പൂരം നീ 36 മണിക്കൂർ കഴിഞ്ഞാണ് ഇവിടുന്ന് പോകുള്ളൂ. അല്ല, അതിനു മുമ്പ് നമ്മൾ വീടടുത്തല്ലേ, അപ്പൊ ഞങ്ങക്ക് വേണമെങ്കിൽ പോയിട്ട് വരാവുന്നുള്ളൂ. നമുക്ക് അവിടെ കുറച്ചു നേരം വിശ്രമിക്കാം. ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് കുടമാറ്റൊക്കെ, പിന്നെ എലഞ്ഞിത്തറ മേളം. അതിന് മുമ്പായിട്ട് ഞങ്ങൾ ഇവിടെ എത്തും. അപ്പൊ എങ്ങനെയാ ഈ രാവിലെ ശാസ്താവിന്റെ വരവ് ഞാൻ കണ്ടു, വളരെ പ്രൗഢമായിട്ടുള്ളൊരു വരവ്. അതെ. ആദ്യമൊന്നും ഇത്രയും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ വളരെ കൂടുതൽ ആൾക്കാരുണ്ടാവും. എല്ലാവരും അങ്ങനെയാണ്. വലിയ ആവേശത്തിലാണ് ഇപ്പൊ. ഇനി ഏത് ഘടകപൂരങ്ങളാണ് വരേണ്ടത്? ഇനി നെയ്തലക്കാവ്, അങ്ങനെ കുറെ ഇവിടെ നിന്നുണ്ട്. ലാലൂരുണ്ട്, ഒല്ലുകാവ്, ചൂരക്കാട്ടുകര, അങ്ങനെ കുറെ സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. പൂക്കാട്ടിക്കര, പല ഭാഗത്തുനിന്ന് എത്തും. ഈ ശാസ്താവിന്റെ ആ വരവ്, അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് പൂരപ്രേമികൾ ഇങ്ങനെ വലിയ ആകാംക്ഷയോടെ നോക്കുന്നുണ്ടായിരുന്നു. അത് നിങ്ങളുടെ ഒരു ഘടകത്തിന്റെ ഐതിഹ്യത്തിന്റെ ഭാഗങ്ങളല്ലേ? അതായത് പ്രത്യേകിച്ചും അത് സൂര്യൻ ഉദിക്കുമ്പോൾ എത്ര അങ്ങനെയാണോ? ഞങ്ങൾ അവിടെ നിന്ന് ഒരു 5 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഒരു 4 കിലോമീറ്ററിന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ളത്. ഇവിടെ ഒരു 6:45 സമയത്ത് ഇവിടെ എത്തിയിട്ടുണ്ടാവും. അത് മറ്റത് നമുക്കറിയില്ല. സൂര്യത്തിന്റെ പ്രശ്നം, സൂര്യന്റെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഏറ്റവും ആദ്യം തന്നെ എത്തി നേരം പുലരും മുമ്പ് ശാസ്താവ് എത്തുക എന്നുള്ളതല്ല എന്റെ ഒരു കണക്ക്. ഇപ്പൊ എന്തായാലും അതിരാവിലെ തന്നെ ഇപ്പൊ പറയാലോ, നമുക്ക് 7 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. അതിരാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. മറ്റു ചെറുപൂരങ്ങളൊക്കെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചൂട് പൂരത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ആളുകളെ ഇതൊക്കെ എല്ലാ പ്രാവശ്യവും ഉള്ളതല്ലേ, കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഇതൊക്കെ ആളുകൾക്ക് ആവേശത്തിന്റെ ഭാഗമാണത്. എത്ര ചൂടുന്നാലും ആൾക്കാർ ഇതൊന്നും ഒരു വിഷയമല്ല. എല്ലാവരും സന്തോഷത്തിലല്ലേ, അപ്പൊ അതൊരു വിഷയമല്ല. കച്ചവടങ്ങൾ കിട്ടും ഇപ്രാവശ്യം. നല്ല ഇങ്ങനെ വരുമ്പോഴേ എല്ലാ ആൾക്കാർക്കും നല്ല കച്ചവടം കിട്ടും. പ്രത്യേകിച്ച് വെള്ളം ഒക്കെ വിൽക്കുന്ന ചെറിയ ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ നല്ല സന്തോഷത്തിലാണ് പൊതുവെ കാണുന്നത്. അതാണ് സന്തോഷേട്ടാ, സന്തോഷം കാണുന്നത്. എന്നാലും ഈ പൂരത്തിന്റെ അത് കണിമംഗലത്ത് നിന്നുള്ള പ്രതിനിധികളാണ് സംസാരിച്ചത്. കണിമംഗലം ശാസ്താവിന്റെ വരവോടുകയായിരുന്നല്ലോ പൂരത്തിന്റെ ആദ്യ ഘടകപൂരത്തിന്റെ വരവ്. അങ്ങനെ നിരവധിയായിട്ടുള്ള പൂരപ്രേമികൾ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം. ചേട്ടാ നമസ്കാരം, എങ്ങനെയുണ്ട് ഈ പൂരം? ആവേശം കൊണ്ടോ? പിന്നെന്താ. എവിടെന്നാ? ഞാൻ പാർമേകാവ് തട്ടത്തിലുള്ള ആളാണ്. ഞാൻ ഇപ്പൊ വെളപ്പായ ചൂലിശ്ശേരി അപ്പൊ എങ്ങനെയാ ഈ ശാസ്താവ് വന്നു, അപ്പൊ ആദ്യ ഘടകപൂരം വന്നു, അപ്പൊ അങ്ങനെ നമ്മൾ കയറി തുടങ്ങി. അതെ. ഇനി ശാസ്താവ് 2 ദേവന്മാരാണ് ഈ 10 പൂരങ്ങളിലും. ബാക്കി 8 ഭഗവതിമാരാ. ശാസ്താവ് കണിമംഗലം ശാസ്താവ് ഇതിലങ്ങോട്ട് കടന്നു. അതെ. മറ്റുള്ള പൂരങ്ങളൊക്കെ ഇതിലിങ്ങോട്ട് പുറത്തേക്ക് പോകാൻ വെച്ചാൽ കണിമംഗലം ശാസ്താവ് ഇങ്ങോട്ട് കയറുക ചെയ്യാം. ഇനി വരാണത് പനക്കമ്പള്ളി ശാസ്താവാ. അടുത്ത ഘടകപൂരം ഏതാ ഇനി വരാൻ പോകുന്നത്? പിന്നെ ഇപ്പൊ അവിടെ വന്നിട്ടുണ്ടാവണം കിഴക്കുംപാട്ടുകര ശാസ്താവ്. അപ്പൊ 2 ദേവന്മാരുടെ അത് കഴിഞ്ഞു. ഇനി ചെമ്പുക്കാവ് ഭഗവതി, കാരമുക്ക്, ഇങ്ങനെ എല്ലാ 8 പൂരങ്ങളും വരും. ഏറ്റവും അവസാനം നെയ്തലക്കാവ് ഭഗവതിയും വരും. നെയ്തലക്കാവ് ഭഗവതി അവസാനം വരും. അവസാനം എന്ന് പറയുന്നത് പാർമേക്കാവിന്റെയും തിരുവമ്പാടിന്റെയും അതിന് ചേട്ടുള്ള ചെറുപൂരങ്ങളിലും അത് നെയ്തലക്കാവ് വരും. അത് കഴിഞ്ഞാൽ പാർമേക്കാവ് അവിടെ നിരക്കും. തിരുവമ്പാടി മഠത്തിലേക്ക് പോയി മഠത്തിൽ നിന്ന് ഇങ്ങനെ പുറത്ത് വരും. നായ്ക്കനാലിന്റെ അവിടെ അങ്ങോട്ട് മേളത്തോട് കൂട്ടിയിട്ട് ഇങ്ങോട്ട് കയറും. അങ്ങനെയാണ്. അതെ. മഠത്തിൽ വരവോട് കൂടിയല്ലേ എത്ര മേളത്തിലേക്ക് എത്തുന്നത്? മഠത്തിൽ വരവ് കഴിഞ്ഞിട്ട് മഠത്തിൽ വരവ് അത് മേളത്തോട് പാർമേക്കാവ് ഭഗവതിക്കാണ് ഈ എലിഞ്ഞിത്തറ മേളം. അത് ഇവിടെ പഞ്ചവാദ്യം, പൂരത്തിൽ പഞ്ചവാദ്യം, മഠത്തിൽ നിന്നുള്ള വരവിന് പഞ്ചവാദ്യം. അത് നായ്ക്കനാലിന്റെ അവിടെ എത്തിയ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ മേളത്തോട് കൂടിയിട്ട് ഇങ്ങോട്ട് പോകും. അപ്പൊ എലിഞ്ഞിത്തറ ഇവിടെ കയറി എലിഞ്ഞിത്തറ മേളം ഇവിടെ തുടങ്ങും.
ആ എലിഞ്ഞിത്തറ മേളം കഴിഞ്ഞാൽ പാറമേക്കാവ് ഇവിടെ ഇറങ്ങി ഇവിടെ ഇതായിട്ട് അവിടെ നിരക്കും. അപ്പൊ 3 പേര് അവിടെ ഒരു ഭഗവതിയുടെ ഒരു ഇതുണ്ടായിരുന്നു പഴയ കാലത്ത്. അപ്പൊ അവിടെ ആ ഭഗവതിയെ തൊഴാനായിട്ട് ആ ഭഗവതിയെ കടമ്പ് അവിടത്തോളം പോവുക. അപ്പൊ അവിടെ ആ രാജാവിന്റെ അതില്ലേ അതിന് പ്രദക്ഷിണം വെച്ച് ഇവിടെ വന്ന് ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ തിരുവാമ്പാടി ഇവിടെ നിരന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് ഓർത്താറ്. അതെ അതെ. ഈ അടുത്ത 36 മണിക്കൂർ പൂർണ്ണമായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും? അയ്യോ പറ്റില്ല. ഞാൻ നമ്മുടെ ആ കാലൊക്കെ പോയി. ഇപ്പം വയസ്സ് 75 എന്നാൽ ആ ദിവസം ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ ആകെ ഒരു ഇതാ. ഇന്നലെ വരെ എന്താ പോരെ ഇനി എത്രണ്ടും കാണണം വേണ്ടെന്നൊക്കെ. ആ ടൈം ആയി കഴിഞ്ഞാൽ പിന്നെ അത് പോയേ ഇരിപ്പുറക്കില്ല. അങ്ങനെ നമുക്ക് ഇപ്പോഴൊക്കെയല്ലേ കാണാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ ഉച്ചയ്ക്ക് പാർമേക്കാവിന്റെ അത് നിരന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് സ്ഥലം ആണല്ലേ. ഈ പിന്നൊക്കെ ടിവിയിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. അതെ. കുഞ്ഞുനാളിലെ പൂരം ഇപ്പോഴത്തെ പൂരം തമ്മിൽ എന്താ വ്യത്യാസം തോന്നുന്നു? കുഞ്ഞുനാളിലെ ഇതിന്റെ അമ്മക്ക് നല്ലൊരു ഇതുണ്ടായിരുന്നു, ഒരു മത്സരത്തിന്റേതായിട്ടുള്ള. പാർമേക്കാവും തിരുവാമ്പാടിയായിട്ടുള്ളതൊക്കെ കൊടി കയറി കഴിഞ്ഞാല് പാർമേക്കാവ് ദേശത്ത് ഒരാൾ തിരുവാമ്പാടി ദേശത്ത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോവില്ല. അത്രയ്ക്കുള്ള മത്സരമായിരുന്നു. ശരി, അങ്ങനെ മത്സരം ഉണ്ടായിരുന്നു? അല്ല, പിന്നെ അന്നൊക്കെ തിരുവാമ്പാടി ഇതൊക്കെ ആയിട്ട് ഓരോരോ ഇതിലൊക്കെ നല്ല ഗംഭീരം കോമ്പറ്റീഷൻ ആയിരുന്നു. പിന്നെയൊക്കെ ഈ പൂരൊക്കെ വന്ന എക്സിബിഷനും അതിലൊക്കെ പങ്കാളികളായപ്പോഴാണ് ഇപ്പൊക്കെ സ്വരുമോട് കൂടിയിട്ടുള്ള ഒരു ഇത് വന്നു. ഇപ്പൊ വെടിക്കെട്ട് എങ്ങനെയാ? ഒരാളെന്നെ ആയിരുന്നു തിരുവമ്പാടിക്കും പാർമേക്കാവിനും. ഒരാളാണ് ഇത്തവണ ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു ഇതാണ്, ഒരാളെന്നെ. പിന്നെ പഴയ കാലത്ത് ഇപ്പൊ ഓരോ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പൊ വെടിക്കെട്ടിൽ ലൈസൻസ് ഒന്നും എടുക്കാനായിട്ട് ആളില്ല ഇപ്പോ. അതെ. അപ്പൊ ആ ഇതിന്റെ ഇതൊക്കെ ഇപ്പൊ അതിന്റെ എക്സിബിഷന്റെ ഇതിനൊക്കെ അനുസരിച്ചാണ് ഇവിടെ ഇതൊക്കെ ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ പൂരങ്ങളൊക്കെ ആയിരുന്നു. അന്ന് അങ്ങനെയല്ലായിരുന്നു പഴയ കാലത്തൊക്കെ. അതിന്റെയൊക്കെ ചരിത്രങ്ങളൊക്കെ ഓരോന്നൊക്കെ ഞാൻ കേൾവിയിലൊക്കെ പല ഇതുണ്ടായിരുന്നു ഇവരുടെ ആ മത്സരത്തിന്റെ ഇതായിട്ട്. ആ ഗംഭീരതായിരുന്നു. ആ അതേമാതിരി ആന ഏക്കം എടുക്കാൻ പോകുമ്പോ അതിന് എന്തെങ്കിലും കുതിപ്പുണ്ടാക്കുക. അന്ന് ഗുരുവായൂർ കേശവന് പിന്നെ ഇതായിട്ടുള്ളത് കാച്ചാൻകുറിച്ചി എന്ന് പറഞ്ഞ ആനയായിരുന്നു. ആ പിന്നെ അത് കോമ്പറ്റീഷനായി. ഇപ്പോ ഒരിക്കൽ ഗുരുവായൂർ കേശവന് തിരുവാമ്പാടിക്ക് ഏക്കം കൊടുത്തു. തൃശ്ശൂർ പൂരം കഴിഞ്ഞ് പോകുന്ന വഴിക്ക് അടുത്ത കൊല്ലത്തേക്കുള്ള ഏക്കം കൊടുത്തു. എന്നിട്ട് അവരവിടെ ഇതായിട്ടൊക്കെ അത് ഇവിടുന്ന് പാർമേക്കാവിലത്തെ അന്നൊക്കെ സംഘാടകരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിയുണ്ടല്ലോ, അവരത് വന്നിട്ട് വെച്ച് വേറെ ഏതോരു ഇതിന് പോവാനാണ് അങ്ങനെയാണ് ഇങ്ങനെ ഗുരുവായൂർ കേശവനെ അവിടുന്ന് പോക്കി പാപ്പാനെയും കൂട്ടി വന്നിട്ട് ഇവര് ഇവിടെ ഏതോ ഒരു കോലഴിയിൽ എവിടെയോ ഇതൊക്കെ കേട്ടുകേൾവിയാണ് എന്റെ കാരണന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അവര് കൊണ്ടുപോയി അവിടെ ഇവര് തളർന്നു. 2 ദിവസം കഴിഞ്ഞപ്പോ പാർമേക്കാവ് അല്ല ഗുരുവായൂർ കേശവനെ കാണാനില്ല എന്നുള്ള പ്രൊപ്പഗൻഡ. അവരുടേതായിട്ടുള്ള ചാരന്മാരൊക്കെ കഴിഞ്ഞപ്പോ ഇവിടെ പാർമേക്കാവിന്റെ കീഴിലുണ്ട് ഇങ്ങനെ ഒരു പറമ്പിൽ നിൽക്കുന്നുണ്ട് മറ്റത്. അപ്പൊ അവര് ഇപ്പൊ പാർമേക്കാവ് ദേവസ്വം ഒരു ലോക്കിട്ട് പൂട്ടിയിട്ടുണ്ട്. അതിന്റെ പിന്നാലെ തിരുവാമ്പാടിയുടെ ഒരു ലോക്കും വന്നു. കോടതിയിൽ കേസ് വന്നപ്പോ 3ാമത്തെ ലോക്ക് കോടതിയുടെ ലോക്ക്, 3 ലോക്ക് ഒരു ഗേറ്റും. അന്ന് ഇവിടെ കിഴക്ക് ഇവിടെ ഈ മഠത്തിലെ അവിടെയാണ് ഒരു സ്വാമിയാണ്ട് ആയിരുന്നു എന്നാണ് കേൾവി. അന്നത്തെ മജിസ്ട്രേറ്റ് അവർക്ക് ഇതിന്റെ ഇത് ഇനി ആർക്കാ പൂരത്തിൻ്റെതായില്ലേ, ഇനിയിപ്പോ ആർക്കാ അത് ആനയെ കൊടുക്കണ്ട, ഗുരുവായൂർ കേശവൻ ആർക്കാ വേണ്ട എന്നുള്ള ഒരു ഇതൊക്കെ വന്നപ്പോ പൂരം ഇതിന്റെ അത് വിധി ഇന്ന ദിവസത്തേക്ക് മാറ്റിവെച്ചേക്കണു. വിധി മാറ്റിവെച്ചത് തൃശ്ശൂർ പൂരത്തിന്റെ അന്നാ. ഇത് നേരമാകുമ്പോ ഇതിന്റെ പാർമേക്കാവ് തിരുവാമ്പാടിയിലത്തെ ആൾക്കാരൊക്കെ അവിടെ ഇതായിട്ട് നിൽക്കുക കോടതിയിൽ. എത്ര കഥകൾ പൂരത്തിന്റെ അതൊക്കെ കഴിഞ്ഞെല്ലാം വെച്ചപ്പോ തിരുവാമ്പാടിക്ക് ഗുരുവായൂർ കേശവനെ കൊടുക്കാനായിട്ട് ഏർപ്പാട്. അപ്പോഴേക്കും ഇവിടെ പൂരം നടന്നു കഴിഞ്ഞു. അവർക്കും ഒന്നും നിൽക്കാൻ നിർത്തിയില്ലേ. അപ്പൊ അന്ന് കോടതി ഒരു ഇത് വെച്ചു, ഗുരുവായൂർ കേശവൻ ഒരു കൂട്ടർക്ക് വന്നു കഴിഞ്ഞാൽ കാച്ചാൻകുറിച്ച് അടുത്ത ആൾക്ക്
പിന്നെ കാച്ചാൻകുടിച്ച് അടുത്ത കൊല്ലം ഗുരുവായൂർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അങ്ങനെ ഒരു ഇതിലേക്ക് എത്തി. പേരെന്താ പറയണ്ടേ? പേര്? എന്റെ പേര് രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ. വീട് അടുത്ത് തന്നെയല്ലേ പറഞ്ഞത്? ഇവിടെ തന്നെ അടുത്ത് തന്നെ വീട്? വെളപ്പായ ചൂരിശ്ശേരി. ഞാൻ കിഴക്കുമായിട്ട് തട്ടത്താണ്. ഇപ്പൊ ഞാൻ അവിടെ ഇതായിട്ട് താമസം. ശരി. ഞാനേ എനിക്കൊന്ന് നമ്മുടെ നെയ്തലക്കാവിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർ റെഡിയാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ട് നമുക്ക് കാണാം. അപ്പൊ പൂരപ്പറമ്പിൽ കാണാം കേട്ടോ. പൂരം പൊളിക്കണം. അപ്പൊ ഞാൻ ഉച്ചവരെയുള്ള പൊളിക്കല്ലോ. ഉച്ചവരെയുള്ള പൊളിക്കല്ലോ. ഉച്ചവരെ പൊളിച്ചാൽ ചേട്ടൻ എത്ര മണി പൊളിക്കും? ഞാൻ ഓരോ കൊല്ലം വ്യത്യസ്ത രീതിയിലാണ് പൂരം കാണാറ്. ഇന്ന് നേരം വെളുക്കുമ്പോഴേക്കും പോകുന്നു. ആണോ? അപ്പം കാരണം ഇവിടെ കണിമംഗലം ശാസ്താവും മഴയും വെയിലും കൊള്ളാത്ത ശാസ്താവാണ്. അവരിവിടെ എത്തുമ്പോഴേക്കും ഞാനിവിടെ എത്തി. ഈ പകലത്തെ ചെറുപൂരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പോകും. പ്രായം കൂടി വെടിക്കെട്ടിന് നിൽക്കുന്നില്ല. വെടിക്കെട്ടിന് ഇപ്പൊ കുറച്ചു നിൽക്കാറില്ല. രാത്രി പ്രായം കൂടി 68 വയസ്സായി. അതൊന്നും ഒരു പ്രായം 5 വയസ്സില് അച്ഛന്റെ കൂടെ വന്നു തുടങ്ങിയത്. ഇതുവരെ പൂരം മുടക്കിയിട്ടുണ്ടോ? ഇതുവരെ മുടക്കിയില്ല. പക്ഷെ ഇന്ന് വന്ന് നാളെ കാലത്ത് വേണം വരും. നമ്മുടെ വീട് ഇപ്പൊ മണ്ണുത്തിയാ ഇത്ര ഇതല്ലോ. ചിലപ്പോ ഇന്നിപ്പോ പോയി കഴിഞ്ഞാൽ വെടിക്കെട്ടിന് വരില്ല. നാളെ കാലത്ത് വേണ്ടു. പകൽ പൂരം കണ്ട അപ്പൊ ഒരു വെടിക്കെട്ടൊക്കെ ഉണ്ടല്ലോ. പകൽ വെടിക്കെട്ട് ചിലപ്പോ മൊത്ത കഞ്ഞിയും കുടിച്ചു പോകും. പറമക്കാലൊരു പൂരക്കഞ്ഞി ഉണ്ട്. പൂരം കഴിഞ്ഞു അതൊരു കുറെ പേർക്ക് അത് അറിയില്ല. അത് കഴിഞ്ഞു പിന്നെ ഫുൾ ടൈം പൂരം കണ്ട പൂരക്കഞ്ഞി കഴിച്ച് മടങ്ങുമ്പോഴാണല്ലോ പൂരം പൂർണ്ണമായും ഉൾക്കൊള്ളുന്നത്. പൂരം കണ്ടു കഴിഞ്ഞ് പൂരക്കഞ്ഞി കുടിച്ചിട്ട് വേണം പിരിയാനായിട്ട്. അതാണ് പൂരത്തിന്റെ ചിട്ട. ഇപ്പോഴും ഈ പൂരക്കഞ്ഞി നമ്മുടെ ഈ കുമ്പിളിൽ പോയി കുടിക്കുന്ന ആ ചുറ്റുവട്ടം തുടരുന്നുണ്ടോ? വാള പ്ലേറ്റ് ആണ്. 2 പ്ലേറ്റ് തരും. ഒരു പ്ലേറ്റില് കഞ്ഞി, അതില് തന്നെ മോര് കറി, പിന്നെ ഒരു പ്ലേറ്റ് അതില് മുതിരപ്പുഴുക്കും അച്ചാറും. അതാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. ഞാൻ പാറമക്കാവിലെ കഴിച്ചിട്ടുള്ളൂ. തിരുവമ്പാടിയിൽ എന്റെ കൗസ്തുഭത്തില് രണ്ടിടത്തായിട്ടാണ്. ശരി. അപ്പൊ എന്തായാലും പൂരം അടിച്ചു വിളിക്കാം. അപ്പൊ എന്തായാലും പൂരത്തിന്റെ പൂരപ്രേമികൾ ഒരുപാട് പേരെങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ MG മിഥുനിലേക്ക് ഇത് പോവുകയാണ്. മിഥുൻ, അവിടെ എങ്ങനെയാണ് തെച്ചിക്കോട്ട രാമേന്ദ്രന്റെ